ഹലോ അസ്സലാമു നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ നല്ല മൊരിഞ്ഞ നല്ല ഫ്ലഫി ആയിട്ടുള്ള കായ ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതുവരെയും ബജി ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു കട്ടിയുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര കട്ടിയാവുന്നത് വരെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തപ്പോൾ ഇത് കുറച്ചധികം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനതുകൊണ്ട് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാവ് വല്ലാതെ ലൂസായി പോകാൻ പാടില്ല. അത്യാവശ്യം കട്ടിയിലിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കായ ബജി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 2 കായ വളരെ നൈസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ കായ ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ്. അത്യാവശ്യം മുങ്ങി പൊരിക്കാനുള്ള എണ്ണ ഉണ്ടായിരിക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ പീസ് കായയും ബാറ്ററിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ സ്റ്റൗവ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുമ്പോഴാണ് നമ്മുടെ ബജിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇതിടുമ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇത് എത്രത്തോളം പൊങ്ങിയിട്ട് എത്ര സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബജിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏത് തരം ബജിയും ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ബജിയൊക്കെ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബജിക്ക് ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്ന ചമ്മന്തിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.